ഇപ്പോൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ ഒരു പ്രതിഭ കൂടി നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുക? താങ്കളുമായുള്ള വ്യക്തിബന്ധവും. റീജിത്ത്, വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു എന്ന് എനിക്കറിയാം. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എനിക്കൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന് നമുക്ക് അദ്ദേഹത്തെ പറയുന്നതിന് അപ്പുറം ശരിക്കും ഒരു നിർമ്മാതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു മോഡലായിരുന്നു ഈ ഗാന്ധിമതി ബാലൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പണം വാരി പടങ്ങൾ ഉണ്ടാക്കുകയായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മനുഷ്യന് കാണാൻ കൊള്ളാവുന്ന നല്ല സൗന്ദര്യബോധം പ്രകടിപ്പിക്കുന്ന മനുഷ്യാംശമുള്ള നല്ല ചിത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു. ബോക്സ് ഓഫീസിൽ തകർന്നു പോയാലും ഇതൊന്നും പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ 30-ലധികം പടങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളെല്ലാം തന്നെ പത്മരാജനെ പോലെയുള്ള കൃതഹസ്ഥരായ ഏറ്റവും നല്ല സംവിധായകരാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ ഉണ്ടാക്കിയുള്ളത്. നമ്മുടെ നാട്ടിൽ സിനിമയിലെ ഒരു സർവകലാശാലയിൽ നമുക്ക് വിളിക്കാൻ കഴിയുന്ന KG ജോർജിന്റെ പഞ്ചോടി പാലവും മാതാവിന്റെ വാരിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളായിരുന്നു. അതുപോലെ പത്മരാജന്റെ മൂന്നാം പക്കം ഒരു ക്ലാസിക് ആയിരുന്നു. അപ്പൊ ഈ അദ്ദേഹം സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. അദ്ദേഹം കുറെ അധികം ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ ഈ പ്രഭാത നടത്തത്തിന് പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് സിനിമാ കഥകൾ അദ്ദേഹം പറയും. അദ്ദേഹം കടന്നു വന്ന വഴികളെ കുറിച്ച് പറയും. പത്മരാജനെ പോലെയുള്ള ഏറ്റവും പ്രതിഭയുള്ള ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാവുകളും പകലുകളും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയെക്കുറിച്ച് എന്നും ഒരുപാട് സ്വപ്നങ്ങൾ സൂക്ഷിച്ച ആളായിരുന്നു അദ്ദേഹം. ബാലചന്ദ്രമേനോന്റെ സിനിമയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു ഭാവുകത്വ പരിണാമത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് രോഗം പിടികൂടുകയായിരുന്നു. കുറച്ചധികം ദിവസങ്ങളായി ഈ രോഗത്തോട് അദ്ദേഹം മല്ലടിക്കുകയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം മടക്കി വരും. എപ്പോഴും അദ്ദേഹം വളരെ ഒരു ചിരിച്ച ഒരു മുഖത്തോട് മാത്രമേ ആൾക്കാരെ കാണാറുള്ളൂ. എത്ര സാധാരണക്കാരോട് ഇടപഴകാനും അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർമ്മിക്കുകയാണ്, അദ്ദേഹം ഇനിയും സിനിമകൾ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കൂടുതലും പറഞ്ഞിരുന്നത്. മണിവത്തൂരിലെ 1000 ശിവരാത്രികളും സുഗമോദേവിയും മാളൂട്ടിയും പോലെയുള്ള സിനിമകൾ ഇനിയും വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നല്ല പടങ്ങൾ വരും. പത്തനംതിട്ട ഇലന്തൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അവിടുത്തെ ഒരു കാപ്പിൽ തറവാട്ടിലെ അംഗമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-40 കൊല്ലമായി കാണുമെന്നാണ് എന്റെ ഓർമ്മ. ഈ ശരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം, ഒരു വലിയൊരു നീണ്ട ഇടവേള അദ്ദേഹത്തിന് ഈ ചലച്ചിത്ര നിർമ്മാണത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും മലയാള സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ്. കാര്യം ഇത്രയധികം നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് കടന്നുപോയത്. മാത്രമല്ല, സിനിമയുടെ ഈ ആദ്യത്തെ ഈ ചർച്ചകൾ നടക്കുന്ന ദിവസം മുതൽ ഈ ചിത്രം തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള കാലയളവിൽ സംവിധായകനൊപ്പം ഒരു നെടുന്തൂണ് പോലെ നിൽക്കുന്ന നിർമ്മാതാവായിരുന്നു ഈ ഗാന്ധിമതി ബാലൻ. ഒരുപക്ഷെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ച് കോടീശ്വരനാകുകയായിരുന്നില്ല ഈ മനുഷ്യന്റെ ലക്ഷ്യം. പക്ഷെ അദ്ദേഹം കടന്നുപോയി. വളരെ സങ്കടകരമായ ഒരു കാര്യമായിട്ട് ഞാനതിനെ കാണുന്നു. വളരെ ഏറ്റവും ഒരു അടുത്ത സ്നേഹിതനാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എന്റെ വ്യക്തിപരമായ ദുഃഖവും 24ന്റെ സങ്കടവും ഈ കുടുംബത്തെ നമ്മൾ അറിയിക്കുന്നു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പത്മരാജനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ ഗാന്ധിമതി ബാലൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിമുഖത്തിൽ അത് ഒരു നല്ലൊരു കഥ പോലെ വിശേഷിപ്പിച്ച് അദ്ദേഹം പറയാറുണ്ട്. ഒന്നാ കാര്യം. മറ്റൊന്ന്, ഈ ഒരു നിർമ്മാതാവ് എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ അതിൻ്റെ സിനിമയുടെ ഒരു സാമ്പത്തിക വശം കൂടി കയറി വരാം. പക്ഷേ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്തേക്ക് ചിന്തിക്കുകയും നല്ല കലാമൂല്യമുള്ള സിനിമകൾ മലയാളിക്ക് നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഈ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സിനിമകളൊക്കെ പലതും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതുമാണ്. ഇങ്ങനെ കലയോട് ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക വിജയം അത് താനേ വന്നുകൊള്ളും എന്നുള്ളൊരു തിയറിയുടെ വക്താവ് കൂടിയായി ഗാന്ധിമതി ബാലൻ മാറുന്നത് നമ്മൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഗാന്ധിമതി ബാലന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയായിരുന്നു. ഇപ്പൊ മൂന്നാം പക്കം എന്നുള്ള സിനിമ പത്മരാജന്റെ ഹിറ്റായിരുന്നു. പക്ഷേ അതേസമയം ആ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, പത്മരാജനുമായി നമ്മൾ കഴിഞ്ഞുള്ള ദിവസങ്ങൾ തന്നെ എനിക്ക് ഏറ്റവും വലിയ ലാഭമാണെന്നാണ് ഗാന്ധിമതി ബാലൻ പറയുന്നത്. കാരണം ഒരു സർഗാത്മക വ്യക്തിപ്രഭാവം എന്നതിനപ്പുറം പത്മരാജന്റെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും അടുപ്പുള്ള ചലച്ചിത്ര നിർമ്മാതാവും കൂടിയായിരുന്നു ഈ ഗാന്ധിമതി ബാലൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അദ്ദേഹത്തിന്. അതേപോലെ ഈ ആദാമിന്റെ മാരിയിൽ എന്നുള്ള സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ സ്ത്രീപക്ഷ സിനിമയാണ്. അപ്പൊ ഈ ആ സിനിമയും സാമ്പത്തികമായി വൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രമൊന്നുമല്ല. പക്ഷേ ആ സിനിമ ഉണ്ടാക്കിയത് ഒരുപക്ഷെ
സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ച ഈ സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞതും KG ജോർജിനെ പോലെ ഇത്രയും പ്രതിഭാധനനായ ഒരു സംവിധായകനെ കൊണ്ട് ഈ ചിത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഒക്കെ വലിയ അഭിമാനമായി പലപ്പോഴും ഇദ്ദേഹം പറയാറുണ്ട്. മാത്രമല്ല ഈ ഒരു ഒരു സൗഹൃദ സംഭാഷണം പോലെ കടന്നു പോകുന്ന ഒരു ചലച്ചിത്ര നിർമ്മാണ രീതിയായിരുന്നു ഗാന്ധിമതി ബാലനും പത്മരാജനും ഒക്കെ ആയിക്കൊണ്ടത്. ആ വസന്തകാലത്ത്, മലയാള സിനിമയുടെ ആ വസന്തകാലത്ത് ഏറ്റവും വലിയ കരുത്തായി മാറിയ ഒരാളായിരുന്നു ഗാന്ധിമതി ബാലൻ. ശരി. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഗാന്ധിമതി ബാലനെ ഓർക്കുകയായിരുന്നു. സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു.